നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വീണ്ടും വിവാദങ്ങൾ ഉയരുന്നു. അഡ്വക്കേറ്റ് MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള CPM നീക്കത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദീഖിനെ അനുകൂലിക്കുന്നവർ എതിർപ്പുമായി രംഗത്തെത്തി. പിന്നാലെ വിവാദങ്ങളിൽ നിന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവർ വിട്ടുനിൽക്കണമെന്ന് സിദ്ദീഖ് ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തു. കണ്ടെത്തിയ സ്ഥാനാർത്ഥിയെ പാർട്ടിയിലൂടെ തീരുമാനിക്കും, ആ തീരുമാനം പാർട്ടി പ്രഖ്യാപിക്കും. നമ്മളത് നടപ്പിലാക്കും. മറ്റു വിവാദങ്ങളിൽ നിന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവർ വിട്ടുനിൽക്കണമെന്ന് സിദ്ദീഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ സിദ്ദീഖിന് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ പൊന്നാനിയിൽ പരസ്യ പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു. പരസ്യ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടിക്ക് വിധേയനായ സിദ്ദീഖിനെ ഒരു വർഷം മുൻപാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുത്തത്. മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദീഖ് വീണ്ടും CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തിരിച്ചെത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ P. ശ്രീരാമകൃഷ്ണന് പകരമായി TM സിദ്ദീഖ് സ്ഥാനാർത്ഥിയാവുമെന്നായിരുന്നു പാർട്ടി അണികളിൽ ഒരു വിഭാഗം കരുതിയിരുന്നത്. ഇതിനിടയിൽ P. നന്ദകുമാർ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെയാണ് സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പരസ്യ പ്രതിഷേധങ്ങളുണ്ടായത്. തുടർന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നാണ് TM സിദ്ദീഖിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യാപകമായ അപാകതയുണ്ടെന്ന പ്രതിഷേധവും ഉയർന്നിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. പിന്നീട് 2022 ഏപ്രിലിൽ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ TM സിദ്ദീഖിനെ പൊന്നാനി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 54-കാരനായ TM സിദ്ദീഖ് 1984-ലാണ് പാർട്ടി അംഗമാവുന്നത്. 1991 വെളിയങ്കോട് ബ്രാഞ്ച് സെക്രട്ടറിയും 97 വെളിയങ്കോട് ലോക്കൽ സെക്രട്ടറിയാവുകയും പിന്നീട് CPM പൊന്നാനിയുടെ ഏരിയ സെക്രട്ടറിയായി. 2017 പാലപ്പെട്ടി പുതിയുരുത്തിയിൽ നടന്ന ഏരിയ സമ്മേളനത്തിലാണ് സിദ്ദീഖ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. ഇത്തവണ സിദ്ദീഖിനെ പൊന്നാനിയിൽ പരിഗണിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കരുതിയിരുന്നു. ഇതിനിടയിലാണ് MK സക്കീറിനെ പൊന്നാനിയിലേക്ക് പരിഗണിക്കുന്ന വിവരം പുറത്തുവന്നത്. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന MK സക്കീർ കഴിഞ്ഞ ദിവസം സ്ഥാനം രാജിവെക്കുകയും പുതിയ ചെയർമാനായി KS ഹംസയെ നിയമിച്ച് സംസ്ഥാന സർക്കാർ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്.